വി.എസ്. അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് സുരേഷിനെ പറ്റി പത്രക്കാർ ചോദിച്ചപ്പോ എം.വി. ഗോവിന്ദൻ മാഷിന്റെ മറുപടി എന്തായിരുന്നു എന്നൊന്ന് കേട്ടിട്ട് വരാം. പുറത്താക്കിയതാണ് അല്ലി മനസ്സിലായില്ല. ഇനി മനമെടുക്കാൻ പാർട്ടിന്ന് പുറത്താക്കിയതാ. ചെവിക്കൊള്ളുന്ന പ്രശ്നമില്ല. അയാൾ പുറത്താക്കിയിട്ടുള്ള ഒരാളാണ്. അയാൾ പുറത്തു പോയി. അതുകൊണ്ട് എന്തായാലും പാർട്ടി നിരവധി സന്ദർഭങ്ങളിൽ പലയാളെയും പുറത്താക്കിയിട്ടുണ്ട്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ പറയാ ഞാൻ എന്താ എടുക്കാമെന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. പാർട്ടി ഒരു വിവാദവും ഇല്ല, ഒറ്റ വിവാദവും ഇല്ല, ഒരു വിവാദത്തിന്റെ പ്രശ്നമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പാർട്ടി മെമ്പറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കി. ഇപ്പോഴൊന്നുമല്ല, കുറെ കാലമായി പുറത്താക്കിയിട്ട്. ഇനിയിപ്പോ അതിന്റെ വക്താവായി നടക്കേണ്ട കാര്യമില്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ. ഗോവിന്ദൻ മാഷ് പറയുന്നത് അയാളെ പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കിയതാണ്, അയാൾ പാർട്ടി വക്താവായിട്ട് നടക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയുള്ള രീതിയിൽ വളരെ അഹങ്കാരത്തോടെ വളരെ പുച്ഛത്തോടെ ഒക്കെയാണ് ഗോവിന്ദൻ മാഷ് സംസാരിക്കുന്നത്. അല്ലെങ്കിലും പാർട്ടി വിട്ടു പോകുന്നവരെ പറ്റിയൊക്കെ ഈ രീതിയിലല്ലേ സംസാരിക്കത്തുള്ളൂ. അതാണല്ലോ ചരിത്രം. ഒന്നുകിൽ ആശയപരമായിട്ട് അവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ഈ രണ്ട് രീതി അറിയത്തുള്ളല്ലോ, അല്ലാതെ ഒന്നും പറഞ്ഞു നിൽക്കാൻ അറിയത്തില്ലല്ലോ. പിന്നെ അയാള് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വക്താവണ്ട എന്ന് പറയാൻ ഗോവിന്ദൻ മാഷിന് ഒരിതുമില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വ്യക്തിയല്ല പാർട്ടിയാണ് വലുതെന്നുള്ളതാണ്. ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ പോലും ഒരു കമ്മ്യൂണിസ്റ്റുകാരന് അയാൾക്ക് അയാളുടെ ജീവിതാവസാനം വരെ ആ പ്രസ്ഥാനമായിട്ട് കൂടിച്ചേർന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിൽക്കാം. അയാള് കമ്മ്യൂണിസമാണ് ഫോളോ ചെയ്യുന്നത്, അല്ലാതെ CPM-ന്റെ ഐഡിയോളജി അല്ല. CPM-നല്ല എന്ത് ഐഡിയോളജിയാണുള്ളത്? പുറത്തുള്ള വിവരമുള്ള മനുഷ്യര് എഴുതി വച്ചിരുന്ന പല ഗ്രന്ഥങ്ങൾ ആസ്പദമാക്കിയല്ലേ ഇവിടുത്തെ പാർട്ടി നിലകൊള്ളുന്നത്. അപ്പൊ അതിനകത്ത് അയാൾ പാർട്ടിയുടെ വക്താവണ്ട എന്ന് പറയാൻ ഗോവിന്ദൻ മാഷിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമല്ലോ. ഗോവിന്ദൻ മാഷ് CPM എന്നൊരു പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി മാത്രമാണ്. പ്രത്യേകിച്ച് അങ്ങനെ അധികാരം തന്നിട്ടൊന്നുമില്ല. നിങ്ങളുടെ കേഡർ പാർട്ടി നിങ്ങൾക്കൊരു ഇത് തന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഒരാളുടെ മനസ്സിൽ അയാൾക്ക് കമ്മ്യൂണിസം ഫോളോ ചെയ്യണോ വേണ്ടെന്നൊന്നും ഗോവിന്ദൻ മാഷിന് തീരുമാനിക്കാനുള്ള യാതൊരു അർഹതയില്ല, അവകാശവും. അല്ല, അത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഒരാൾ ആഗ്രഹിച്ചുകൊണ്ടൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരില്ല. ഒരാൾ ആഗ്രഹിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരില്ല. പാർട്ടിയിൽ വന്നിട്ട് പ്രത്യേകിച്ച് എന്താണ് പ്രയോജനം? അയാൾക്ക് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി ഫോളോ ചെയ്യാൻ ഒരു പാർട്ടിയിലും വരേണ്ട കാര്യമില്ല. അയാൾക്ക് മരണം വരെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് തന്നെ നിലനിൽക്കാൻ പറ്റും. അതിന് ആരുടെയും അംഗീകാരമൊന്നും വേണ്ട. നിങ്ങൾ എത്ര പുച്ഛിച്ചാലും അയാൾക്ക് കമ്മ്യൂണിസ്റ്റായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് കമ്മ്യൂണിസ്റ്റായിട്ട് തന്നെ നിൽക്കാം. പിന്നെ ഈ കമ്മ്യൂണിസം ഫോളോ ചെയ്യുന്നവർ CPM-കാരാണ് എന്ന് മാത്രം പറയാൻ പറ്റൂല. CPM എന്നാണ് ഉണ്ടായത്? CPM എന്തിൽ നിന്നാണ് CPM ഉണ്ടായത്? CPM ഇവിടെ ഇന്ത്യയിൽ ഉണ്ടായ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഞാൻ കൂടുതലൊന്നും പറയുന്നൊന്നുമില്ല. ഭയങ്കരമായിട്ട് വിശദീകരിച്ചില്ലേ അടങ്ങുള്ളൂ, അല്ലെങ്കിൽ വിശദീകരിച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്താക്കിയിട്ടുള്ള ഒരു കേഡറെ സംബന്ധിച്ച് അയാൾ എന്തൊക്കെയാണ് കുറ്റം ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്താക്കിയ ഒരു കേഡറെ പറ്റി ആരെങ്കിലും ചോദിച്ചാൽ അത് എന്തുകൊണ്ട് പുറത്താക്കി എന്ന് ചോദിച്ചാൽ, അയാൾ ചെയ്ത കുറ്റം എന്താണെന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റണം. അയാൾ എന്ത് കുറ്റം ചെയ്തുകൊണ്ടാണ് അയാളെ പുറത്താക്കി എന്നുള്ളത് പറയാൻ പറ്റണം. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് പുറത്താക്കി, അയാളെ എന്തുകൊണ്ട് തിരിച്ചെടുക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം നൽകാൻ പറ്റണം. ഇന്നലെ വരെ വേറൊരു പാർട്ടി നിന്നവൻ ഇന്ന് അവനെ ഒരു സ്ഥലത്ത് നിന്നാൽ ജയിക്കുമെന്നുണ്ടെങ്കിൽ അവനെ പിടിച്ച് നിങ്ങളുടെ പാർട്ടിയിലോട്ട് കൊണ്ടുവന്ന് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റുമോ? ഈ P. സരിനൊക്കെ എന്താ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി ഫോളോ ചെയ്തിട്ടാണ് അയാളെ നിങ്ങളൊക്കെ പാർട്ടിയിലോട്ട് എടുത്തത്? അപ്പോൾ നിങ്ങൾ നോക്കിയില്ലേ, ഈ സുരേഷ് പറഞ്ഞതിനെക്കാട്ടി എത്രയോ മൃഗീയമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അപമാനിച്ച് എത്രയോ ആൾക്കാർ നിങ്ങളുടെ പാർട്ടിയിൽ ഇപ്പോൾ ഇരിപ്പുണ്ട്. ഈ P. സരിനൊക്കെ പിണറായി വിജയനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഗോവിന്ദൻ മാഷിന് വല്ല ബോധമുണ്ടോ? ആ പുള്ളി ഇപ്പം നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അംഗമല്ലേ? അപ്പം അങ്ങനെയുള്ളവരെ എടുക്കാം അല്ലേ? അവർക്ക് എന്തും പറയാം, അവരെ നിങ്ങളുടെ കേഡർ പാർട്ടിയുടെ അംഗമാക്കാം. ഈ സുരേഷ് എന്ന് പറയുന്ന വ്യക്തി ആരായിരുന്നു എന്നുള്ളതും ആ ആള് V.S. അച്യുതാനന്ദൻ എത്രയോ പ്രിയപ്പെട്ടവനായിരുന്നു എന്നുള്ളതും ഒക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ആ പുള്ളി എന്നു മുതലാണ് നിങ്ങൾക്ക് വെറുക്കപ്പെട്ടവനായത്? നിങ്ങളെ പറ്റി പുറത്ത് നിന്ന് എന്ത് തോന്നിവാസം പറഞ്ഞ് എന്ത് വൃത്തികേട് പറഞ്ഞ ഒരാളെ നിങ്ങൾക്ക് പാർട്ടിയിലോട്ട് എടുത്ത അവർ വിശുദ്ധനാണല്ലേ? ഇതേപ്പറ്റി സുരേഷ് എന്താണ് പറഞ്ഞതെന്നൊന്ന് കേൾക്കാം. സ്വാഭാവികമായിട്ട് 13 കൊല്ലമായി ഞാൻ പുറത്തു നിൽക്കുകയാണ്. ഇന്നലെ സംസ്ഥാന സെക്രട്ടറി 100 തവണ അപ്പീൽ തന്നാലും അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് എടുക്കില്ല എന്നൊരു അഭിപ്രായം പത്രക്കാരോട് പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. വിഷമം തോന്നി. സ്വാഭാവികമായിട്ടും അത്ര വലിയ തെറ്റ് ഞാൻ ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. അത്രത്തോളം ക്രൂരമായിട്ടുള്ളൊരു മറുപടി അദ്ദേഹത്തിന് ഞാൻ പ്രതീക്ഷിച്ചില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി. കാരണം ആ പുള്ളിക്കാരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി എത്രയോ കാലം ജീവിച്ചൊരു
മനുഷ്യനാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇതിൽ തന്നെ മുഖ്യമന്ത്രിയായിരുന്നൊരു വ്യക്തി, ഈ കേരളം കണ്ട ഇന്ത്യ കണ്ട ഏറ്റവും നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള അച്യുതാനന്ദൻ്റെ പ്രൈവറ്റ് അസിസ്റ്റൻ്റായിട്ട് നിന്നിട്ടുള്ള ഒരാളാണ്, ഒരു പ്രൈവറ്റ് സ്റ്റാഫായിട്ട് നിന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയുടെ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ഇന്നലെ പത്രക്കാരോട് അങ്ങനെ ഒരു വാക്ക് പുള്ളി പറഞ്ഞത്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. പുള്ളി പറഞ്ഞത് ഇത് വളരെ ക്രൂരമായിട്ടാണ് പാർട്ടി സെക്രട്ടറി പത്രക്കാരോട് പറഞ്ഞതെന്നുള്ളതാണ്. 100 തവണ അപ്പീൽ എഴുതി തന്നാൽ പോലും പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ വിഷമം തോന്നി എന്നുള്ളതാണ്. താങ്കളോട് ഞാൻ പറയുന്നത്, താങ്കൾക്ക് ഇത്രയും വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ട് താങ്കൾക്ക് മനസ്സിലായില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പറഞ്ഞൊരു വ്യക്തിയെ അല്ലെ അഭിപ്രായ സ്വാതന്ത്ര്യം ആ പാർട്ടിയിൽ ഇല്ല എന്നുള്ളത് താങ്കൾക്ക് മനസ്സിലായിട്ടില്ലേ? സ്വന്തം അഭിപ്രായം, പാർട്ടിക്കെതിരായിട്ടുള്ളൊരു സ്വന്തം അഭിപ്രായം പറഞ്ഞാൽ ആ വ്യക്തിയെ എങ്ങനെയായിരിക്കും ഇവർ നേരിടുക എന്നുള്ളത് താങ്കൾക്ക് ഇതുവരെ അറിയത്തില്ലേ? ആരോ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് ഈ പാർട്ടിയെ പറ്റി ഒരു ചുക്കും അറിയത്തില്ല എന്ന് പറഞ്ഞ കണക്കാണ്. സുരേഷ് അണ്ണ, നിങ്ങൾ ഇവരെ നേരിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇവരുടെ നല്ല വശങ്ങൾ മാത്രമേ ഇപ്പോഴും കണ്ടിട്ടുള്ളൂ. ഇവർക്കെതിരെ നിന്ന് സംസാരിക്കുന്നവരുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. പക്ഷെ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. VS അച്യുതാനന്ദനെതിരെ പോലും നിന്ന പാർട്ടി നിലപാടെടുത്ത സമയങ്ങളുണ്ട്. ഓർമ്മയുണ്ടോ? ഏതൊക്കെ സമയങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു തരണോ? ഇടുക്കിയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാർട്ടിക്കെതിരെ വന്നപ്പോൾ പാർട്ടി VS അച്യുതാനന്ദനെ ഒറ്റപ്പെടുത്തി നിന്നില്ലേ? പാർട്ടിക്കെതിരെ വന്ന സമയങ്ങളിലെല്ലാം, പാർട്ടിക്ക് സ്വന്തമായ നിലപാടെടുത്ത സമയത്തെല്ലാം VS അച്യുതാനന്ദനെതിരെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കേരളത്തിൽ നിലകൊണ്ടില്ലേ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? TP ചന്ദ്രശേഖരനെ കൊന്ന സമയത്ത് TP ചന്ദ്രശേഖരന്റെ അടുത്ത് TP ചന്ദ്രശേഖരന്റെ വീട് സന്ദർശിച്ചപ്പോൾ VS അച്യുതാനന്ദനെ പറ്റി ഇവിടുത്തെ പാർട്ടിക്കാർ എന്തൊക്കെയാണ് പറഞ്ഞെന്നുള്ളത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം. അപ്പം നിങ്ങൾ ഈ പാർട്ടിയെ പറ്റി കുറച്ചും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം എൻ്റെ നേതാവായിരുന്നു. ഇപ്പോഴും അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്, പോളിറ്റ് ബ്യൂറോ അംഗമാണ്. വർഷങ്ങളായി എന്നെ അറിയാം, എൻ്റെ പ്രവർത്തനങ്ങളറിയാം, നേരിട്ടറിയാവുന്ന വ്യക്തിയാണ്. എന്തുകൊണ്ട് അദ്ദേഹം അത്തരത്തിലുള്ളൊരു ക്രൂരമായ മറുപടി പറഞ്ഞു എന്ന് ഇപ്പോഴും എനിക്ക് ഒരു വല്ലാത്തൊരു ഇൻസൾട്ടായിട്ട് നിൽക്കുകയാണ്. താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ പാർട്ടിയിൽ നിന്നും പോയവരെ അല്ലെ ആ പാർട്ടിക്കെതിരെ സ്വന്തം അഭിപ്രായം പറഞ്ഞവരെ ഇൻസൾട്ട് ചെയ്യുക തന്നെയാണ് നാള് ഇതായിട്ടെല്ലാം ചെയ്തിട്ടുള്ളത്. ആരെയാണ് ഇൻസൾട്ട് ചെയ്യാത്തത്? ആരെയാണ് മോശം പറയാത്തത്? ആ പാർട്ടിക്കൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ അവർ വളരെ നല്ലവരായിട്ടും ഒക്കെ നിങ്ങൾക്ക് തോന്നും. നിങ്ങളെ അവർ വാനോളം പുകഴ്ത്തും, നിങ്ങളെ ചേർത്ത് നിർത്തും. ആ പാർട്ടിക്കെതിരെ ഒരു അഭിപ്രായം, സ്വന്തം അഭിപ്രായം പറഞ്ഞു പോയാൽ നിങ്ങൾ വെറുക്കപ്പെട്ടവനാവും, നിങ്ങൾ കൊലംകുത്തിയാവും, നിങ്ങൾ എന്താണ് പറയുന്നത്, വർഗവഞ്ചകനാവും. നിങ്ങൾ അവർക്ക് വർഗവഞ്ചകനാണ്. അതുകൊണ്ടാണല്ലോ പത്രസമ്മേളനത്തിൽ വന്നിരുന്ന് പറഞ്ഞത് 100 തവണ അപ്പീൽ തന്നാലും നിങ്ങളെ തിരിച്ചെടുക്കത്തില്ല എന്നുള്ളത്. അവർ നിങ്ങളെ പുറത്താക്കിയപ്പോൾ നിങ്ങളെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ല പുറത്താക്കിയത്. അവരാരെയൊക്കെ പുറത്താക്കാതിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ പുറത്താക്കിയിട്ടുള്ളവരൊക്കെയാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ. കള്ളനെയും കട്ടവനെയും കക്കാൻ കൂട്ടുനിന്നവനെയൊക്കെ ഇപ്പോഴും പാർട്ടിക്കകത്ത് സംരക്ഷിക്കുമ്പോൾ നിങ്ങളെ പുറത്താക്കിയതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. അതോർത്ത് നിങ്ങൾ വിഷമിക്കുകയും വേണ്ട. നിങ്ങളുടെ മനസ്സിൽ കമ്മ്യൂണിസം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണമെന്നില്ല. ഓരോ സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെ വിഷമം കാണുന്ന എല്ലാവരുടെയും ഉള്ളിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ട്. അതിന് ഒരു പാർട്ടി വേണം എന്നില്ല. നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പാർട്ടി, നിങ്ങളെ മറ്റൊരാൾ ക്ഷണിച്ചാൽ നിങ്ങൾ അതിലേക്ക് പോവുക. നിങ്ങൾ പഴയ കാലം ഓർത്ത് ചിന്തിച്ചിരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. അവർ നിങ്ങളെ ദുഷിക്കാവുന്നതിന് അത്രയും ദുഷിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ വെറുക്കപ്പെട്ടവനാവും. കാരണം പാർട്ടിയുടെ ലെവലിൽ നിങ്ങൾ 10 പൈസ വാങ്ങിച്ച് എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അത് ശമ്പളമായിട്ടാണെങ്കിൽ പോലും, പാർട്ടി റെക്കമെൻഡേഷനിൽ നിങ്ങൾക്കൊരു പുളിമുട്ടായി കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അവർ ജീവിതകാലം മൊത്തവും അവരുടെ അടിമകളായിട്ട് നിൽക്കാനേ അവർ ആഗ്രഹിക്കത്തുള്ളൂ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു എതിരഭിപ്രായം പറഞ്ഞു പോയാൽ നിങ്ങൾ വർഗവഞ്ചകനാണ്, നിങ്ങൾ കുലംകുത്തിയാണ്. അത് സുരേഷ് ഏട്ടൻ മനസ്സിലാക്കാതെ പോയത് സുരേഷ് ഏട്ടന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കേരളത്തിലെ കമ്മ്യൂണിസത്തെയും, ഞാൻ കേരളത്തിലെ കമ്മ്യൂണിസം എന്ന് എടുത്തു പറഞ്ഞത് പുറത്തുള്ള വലിയൊരു ആശയം, കമ്മ്യൂണിസ്റ്റ് ആശയമൊന്നുമല്ല ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഫോളോ ചെയ്യുന്നത്. അത് ചേട്ടനും മനസ്സിലാവും, എനിക്കും മനസ്സിലാവും, എന്നെ കേൾക്കുന്ന ആൾക്കാർക്കും മനസ്സിലാവും. പക്ഷേ ഈ പാർട്ടി അടിമകളായിട്ട് നിൽക്കുന്നവർ ഇതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. അവർക്കെതിരെ സംസാരിക്കുന്നവർ വെറുക്കപ്പെട്ടവർ തന്നെയാണ്. എന്തുകൊണ്ട് സംസാരിക്കുന്നു എന്ന് പോലും ചിന്തിക്കാനുള്ള ബോധം ഇല്ല. അത് ബോധമുള്ളവരാണെങ്കിൽ പോലും അവർക്ക് സ്വന്തമായിട്ട് അഭിപ്രായവും ഇല്ല. ജനാധിപത്യം എന്താണ് എന്ന് ഒന്ന് പറഞ്ഞു നോക്ക്. ജനാധിപത്യത്തിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം. ഈ പാർട്ടിക്കകത്ത്, ഈ പറയുന്ന കേഡർ പാർട്ടിക്കകത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടോ? ഇല്ല. അത് ചേട്ടൻ മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേറൊരു പാർട്ടിയിലേക്ക് ക്ഷണം കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവുക, അത്രയേ ഉള്ളൂ.